ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ രീതിയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട. അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് സമയത്ത് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട. നമ്മൾ ദോശ തയ്യാറാക്കുമ്പോൾ അതിലും ഉപ്പിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ രണ്ടും പാടെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മല്ലിയില ചേർത്ത് കൊടുക്കുന്നതിന് അളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പാട്ടോ മല്ലിയില മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മല്ലിയില ഇല്ലാതെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മല്ലിയില ഇല്ല വെച്ചിട്ട് ചെയ്യാതിരിക്കണ്ട. മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ചതോ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് എരിവാവും. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ മുട്ടയുടെ മിക്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കുക. പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടി എടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിന് അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ, അതേ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണിൻ്റെയാണ് അളവ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയുടെ 1/4 ഭാഗമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്ര മാത്രം മതി, കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. റവയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ. കൂടുതൽ സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തവി കൊണ്ട് തന്നെ മിക്സാക്കിയാൽ മതി. വിസ്ക് വെച്ചിട്ട് മിക്സാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീർദോശൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് ഈ ഒരു സമയത്ത് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. നല്ല ലൂസിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ടൈറ്റായിട്ട് വരും, കാരണം റവയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ലൂസിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം പച്ചവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കണം കേട്ടോ. ആ റവയൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് നമ്മുടെ ബാറ്ററി കിട്ടിയിട്ടുണ്ട്. വലിയ തരികളോട് കൂടിയിട്ടുള്ള റവയൊക്കെ ആണെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ. ഇത് ചെറിയ തരികളോട് കൂടിയിട്ടുള്ള റവയാണ്. എന്നാലും ഇതിലേക്ക് നമ്മൾ ഇനിയും വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം റവയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നപ്പോൾ കുറച്ച് ബാറ്റർ തിക്കായി വന്നിട്ടുണ്ട്. നീർദോശൻ്റെ ആ ഒരു പരുവത്തിൽ വേണ്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. വീണ്ടും ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന റവക്കൊക്കെ അനുസരിച്ചായിരിക്കും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ വീണ്ടും നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദോശക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ, ഇനി അതില്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂടി വെക്കുക. ഒരു 1.5 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു 30 സെക്കൻഡോളം ഇങ്ങനെ വെക്കുക. അപ്പോഴുള്ളൂ ഇത് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചിടാനൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് മുട്ടയുടെ മിക്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തും ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യണം. അപ്പോഴുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതാ മുട്ടയുടെ മിക്സൊക്കെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല, വെറും 30 സെക്കൻഡ് മാത്രം മതി. അപ്പോഴേക്കും നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടും. ഇതിൽ നമ്മൾ റവയാണ് കൂടുതൽ ചേർത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇതിൻ്റെ അടിവശമൊക്കെ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 30 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനി പാനിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, അപ്പോഴേ തന്നെ ചെറിയ രീതിയിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. കണ്ടോ, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഓരോ സമയവും മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം റവയാണ്, അപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിന് നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം വേണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അത് അടുത്തതും ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, ഈവനിങ്ങിനും കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇത് തയ്യാറാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ്. ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു 30 സെക്കൻഡോളം അങ്ങനെ വെക്കണം കേട്ടോ. അപ്പോഴുള്ളൂ ഇത് കറക്റ്റായിട്ട് ഈ ഒരു പാനിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു മാവ് നല്ലപോലെ ലൂസായിക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ലൂസായിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ്. പിന്നെ മുട്ട ചേർത്തുകൊണ്ട് തന്നെ ഇത് ചൂടോടുകൂടെ കഴിക്കാനാട്ടോ കൂടുതലായിട്ടും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേ രീതിയിൽ റവയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ദോശ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ദോശൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.